പെട്ടി പൊട്ടിക്കുമ്പോൾ ആരാകും മുമ്പിൽ എന്നുള്ളതാണ് നമ്മൾ അറിയാനിരിക്കുന്നത്. ശ്രീ മോഹൻ വർഗീസ്, നമ്മളിപ്പോൾ പാലക്കാടിൻ്റെ കാര്യം പറഞ്ഞു. പാലക്കാട്ടും ചേലക്കരയിലും താങ്കൾ വിജയസാധ്യത കൽപ്പിക്കുന്നത് ആർക്കാണ്? വളരെ ചുരുക്കി അത് വിശദീകരിച്ചാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. അത് വളരെ വളരെ ഷാർപ്പായ ചോദ്യമാണ്. വിജയസാധ്യത ആർക്ക് എന്ന് ചോദിച്ചാൽ അത് കൃത്യമായ ഒരു ഉത്തരം പറയാൻ പാലക്കാട് ഒരുപക്ഷെ സാധിക്കും, ചേലക്കരയിൽ സാധിക്കാത്തൊരവസ്ഥയിലാണ്. പാലക്കാട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരും. 5 അക്ക ഭൂരിപക്ഷത്തിന് നക്ഷത്ര തിളക്കമൊന്നും ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഒരു 4 അക്ക സംഖ്യ, അത് 1000 മുതലുള്ള മുകളിലേക്കുള്ള ഏത് നമ്പറുമാകാം, 1000 മുതൽ 5000 വരെയുള്ള ഒരു ഭൂരിപക്ഷത്തിന് നമ്പറാകാം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി. 2ാം സ്ഥാനത്ത് BJP സ്ഥാനാർത്ഥി വരികയും 3ാം സ്ഥാനത്തേക്ക് ഒരു ഇംപ്രൂവ്ഡ് പൊസിഷനുള്ള 3ാം സ്ഥാനത്തേക്ക് ശ്രീ സരിൻ വരികയും ചെയ്യുക എന്നതാണ് പാലക്കാടിനെ കുറിച്ചുള്ള ഹസ്വചിത്രം. എന്നാൽ ചേലക്കരയിലേക്ക് വരുമ്പോൾ പ്രവചനം തീർത്തും അസാധ്യമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. 39,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ 2021 ജയിച്ച ശ്രീ രാധാകൃഷ്ണൻ ജയിച്ച മണ്ഡലത്തിൽ ഇനി എന്താണ് 39,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മറികടന്നുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ ജയിക്കാൻ സാധിച്ചാൽ അത് വളരെ വലിയ അത്ഭുതമായിരിക്കും. പക്ഷേ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വളരെ വലിയൊരു ഉരകല്ലായിരിക്കും ചേലക്കര. യഥാർത്ഥത്തിൽ പാലക്കാട് വൈകാരികമായി നമ്മൾ ഏറെ സംസാരിച്ചെങ്കിലും ചേലക്കരയായിരിക്കാം സംസ്ഥാന ഭരണകൂടത്തെ ആട്ടി ഉലയ്ക്കുന്ന, അല്ലെങ്കിൽ പ്രധാനമായും ഭയങ്കരമായി കാറ്റക്ലൈസ്മിക് ചേഞ്ചസ് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒന്നാണ്. കേരളം എങ്ങനെ ചിന്തിക്കുന്നു, കേരളത്തിൻ്റെ രാഷ്ട്രീയ സമൂഹം എങ്ങനെ ചിന്തിച്ചിരിക്കുന്നു, ജനാധിപത്യ കേരളത്തിൽ കേരളത്തിലെ ഭരണകക്ഷിയോടുള്ള കേരളത്തിലെ ജനതയുടെ നിലപാടെന്താണ്, ഇത് പരിശോധിക്കാനുള്ള ഒന്നാന്തരം അവസരമാണ് ചേലക്കാട് കൈവന്നിരിക്കുന്നത്. നോക്കൂ, ചേലക്കാട് കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പായി ഇടതുപക്ഷം, കൃത്യമായി പറഞ്ഞാൽ 2006 ശേഷം ഇടതുപക്ഷത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2006-ലും 2011-ലും 2019-ലും 2021-ലും എല്ലാം 2016-ലും 2021-ലും എല്ലാം തന്നെ ഇടതുപക്ഷം ഓരോ സമയത്തും രാധാകൃഷ്ണൻ. ചേലക്കര ഒരു ദിശാസൂചകമാണ് എന്ന് താങ്കൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം കടുത്ത UDF തരംഗം ആഞ്ഞു വീശിയ തെരഞ്ഞെടുപ്പുകളിൽ പോലും, അതായത് 2001-ലെ തെരഞ്ഞെടുപ്പ്, 2011-ലെ തെരഞ്ഞെടുപ്പ്, അങ്ങനെ കടുത്ത UDF തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പുകളിൽ പോലും LDF-നൊപ്പം നിന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വെറും 19 അസംബ്ലി സെഗ്മെന്റുകൾ മാത്രമേ LDF ലീഡ് ചെയ്തുള്ളൂ. ആ ലീഡ് ചെയ്ത 19 അസംബ്ലി സെഗ്മെന്റുകളിൽ ഒന്ന് ചേലക്കരയാണ്. ആ ചേലക്കര LDF-നെ കൈവിട്ടാൽ അത് ദിശാസൂചകമാകുമെന്ന പോയിന്റിൽ ഞാൻ താങ്കളോട് യോജിക്കുന്നു.